ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്ത് ബൈക്കിൻ്റെ വാടക കൊടുക്കാൻ പൈസ ഉണ്ടോ നമ്മുടെ കയ്യിൽ? അമ്മ പറഞ്ഞതിനേക്കാൾ 1 മണിക്കൂർ കൂടുതലായി. സാരമില്ല. कैडेट अजय और कैडेट सुदेव को मार्चिंग करें। कैडेट 35102 कैडेट अजय, कैडेट 35114 कैडेट सुदेव, सामने से तेज चल। (35102) Oscar Squadron Cadet Ajay and 35114 Oscar Squadron Cadet Sudev. I have come to know that at 10:20 hours on the 28th of April, you went out of the academy without permission and entered into a physical fight with a civilian in a public place. Do you realize the seriousness of what you have done? Do you? Sir, that man was... You could have just called the police. You had absolutely no right to get involved in such an affair. Sir, we were... Not we. You. You started it. He was just dragged into it. And remember, neither the girl nor her parents have made any complaint regarding this matter to the police. Then why did you get involved? What you both have done is in complete contravention to the standing orders of the academy. Do you plead guilty or not? Cadet Ajay and Cadet Sudev, you are relegated to the junior course with immediate effect. You are going to lose an entire term. Do you understand? Yes, sir. Sir, I'm leaving NDA. Say that again. Sir, I'm leaving NDA. Cadet Ajay, I'm willing to give you a second chance. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ രണ്ടുപേരും ഇവിടെ എത്തിയത്. ഇവിടുന്ന് പോകാനുള്ള ഈ തീരുമാനം എടുക്കുമ്പോൾ നിന്റെ ലൈഫാണ് നീ പകരം വെക്കുന്നത്. ഓർത്തോ? കൺമുന്നിലൊരു ക്രൈം നടക്കുമ്പോൾ റിയാക്ട് ചെയ്യുന്നതും അതിനേക്കാൾ വലിയ ക്രൈമായി കാണുന്ന ഒരു സ്ഥലത്ത് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ചെയ്താലാണ് ഞാൻ എൻ്റെ ലൈഫിനെ പകരം വെക്കുന്നത്. ജയ് ഹിന്ദ് സർ. जय हिंद। എനിക്കറിയില്ല ചെയ്യുന്നതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. ഐ റിയലി ഡോണ്ട് നോ. എന്താണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? രാജ്യത്തിന് വേണ്ടി എന്ന പേരിൽ സ്വയം കഷ്ടപ്പെടുത്തുന്നത്. നാളെ എവിടെയെങ്കിലും മരിച്ചു വീണ അതിൻ്റെ പേരിൽ ഒരു അവാർഡ് കിട്ടിയേക്കും. അതോടെ തീർന്നൊരു പട്ടാളക്കാരൻ്റെ ജീവിതം. എനിക്കിനി അത് വേണ്ട. യുദ്ധത്തിൽ കാണാതായ ഒരുപക്ഷെ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ ഇടയില്ലാത്ത സോൾജേഴ്സിന് വേണ്ടിയുള്ളതാ ഈ ടേബിൾ. അവരെന്തെങ്കിലും തിരിച്ചെത്തിയാൽ ഇവിടെ അവർക്കായി ടേബിൾ ഉണ്ടാവും. എന്നും. വേറെ എവിടെ ഉണ്ടടാ ഇതുപോലെ ഒന്ന്? എന്നെ സംബന്ധിച്ച് ഈ പണിഷ്മെന്റ് ഞാൻ ഡിസേർവ് ചെയ്യുന്നതാണ്. പക്ഷെ മാർക്ക് മൈ വേർഡ്സ് അജയ്, ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു സോൾജറായിട്ടായിരിക്കും. കുറച്ച് പേപ്പർ വർക്ക്സ്, 2 ലക്ഷം രൂപ പെനാൽറ്റി, പിന്നെ എൻ്റെ ഫ്യൂച്ചർ മറ്റെവിടെയോ മറ്റെന്തോ ആണെന്ന് തിരിച്ചറിവ്. ഇത്രയും മതി എനിക്ക് ഇവിടെ നിന്ന് പോകാൻ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഐ എം ലീവിങ് ഇന്ത്യ. സത്യം പറ, നിനക്കവിടെ കഴിക്കാൻ ഒന്നും കിട്ടുന്നില്ലായിരുന്നോ? പിന്നെ നല്ല ഉഗ്ര ഫുഡില്ല അവിടെ. Is it? What is it, Ajay? What is it? അത് ഇതിൻ്റെ കൂടെ തന്നെ പറ്റിയതാ. അപ്പൊ ഇതെങ്ങനെ പറ്റിയതാ? സത്യം പറ. ആ മോഹൻ വന്നു.
മോഹൻ നിന്നോട് സംസാരിക്കണമെന്ന്. മോഹൻ അവൻ ഇപ്പൊ എത്തിയതേ ഉള്ളൂ. ഇന്ന് ഞാൻ ഓഫീസിൽ പോയില്ല. അവരെന്നെ വിളിച്ചിരുന്നു. നെക്സ്റ്റ് വീക്ക് തന്നെ ഡീറ്റെയിൽസ് മെയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. What happened? അജയ് എന്തൊക്കെയാ പറയുന്നേ? ഐ ഡോണ്ട് ബിലീവ് ദിസ്. ഈ ലാസ്റ്റ് മിനിറ്റിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എഴുതണമെന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്യും അജയ്? കഴിഞ്ഞ 6 മാസമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഞാൻ പകുതി പോഷൻ പോലും ആയിട്ടില്ല. പിന്നെ എങ്ങനെയാ? ഒരു എൻട്രൻസ് കോച്ചിങ് സെന്റർ കണ്ടുപിടിക്കുന്നു. ബൈ സരൽ. ബൈ. കോമ്പറ്റീഷൻ ഇനി 6 ദിവസമേ ഉള്ളൂ. അക്കാ എരട്ടി അതാ ഈ നോൺ സ്റ്റോപ്പ് റിഹേഴ്സൽസ്. ശ്രീപ്രദ ആന്റി അമ്മയ്ക്കൊന്നും അറിയില്ല, എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. എന്നാലും പറയണ്ടേ? എല്ലാം ഒന്ന് സെറ്റിലായിട്ട് പറയാന്ന് പറഞ്ഞു. അജയ് just hold this. ഒരു കോച്ചിങ് സെന്ററിന്റെയാ, ഒന്ന് വായിച്ചു നോക്ക്. ആ കൽപ്പന മാം, അവരെത്തി. ജസ്റ്റ് 10 minutes. ഞാൻ അജയെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് എത്താം. ഓക്കെ മാം. ഡോക്ടർ ജസ്റ്റ് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ 2-3 ദിവസം കൈ സ്ട്രെയിൻ ചെയ്യരുതെന്ന്. ഓക്കെ. ഹലോ ശ്രീപ്രദ, യെസ്, ഞാനാണ് സിദ്ധാർത്ഥ്. ഇപ്പോ സംസാരിക്കാവോ? യെസ്. ഹൗ ആർ യു? ഐ എം ഗുഡ്. ഡ്രൈവ് ചെയ്യാണോ? കുഴപ്പമില്ല, പറഞ്ഞോളൂ. അജയെ കുറച്ച് നാള് എറണാകുളത്തേക്ക് വിടുവോ എൻ്റെ കൂടെ നിൽക്കാൻ? എന്താ പെട്ടെന്ന്? എനിക്ക് നല്ല സുഖമില്ല. ഐ എം ഓൺ ട്രീറ്റ്മെന്റ്. കുറച്ച് നാള് അജയുടെ കൂടെ സ്പെൻഡ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. Just buy something. Are you there? Yeah. അജയ് എൻ്റെ ഒപ്പം ഉണ്ട്, സംസാരിച്ചോളൂ. സ്പീക്കർ ഫോണില. ഹലോ അജയ്. ഹലോ, അപ്പയാണ്. ആരാണ്? ഇപ്പോ എന്താ ചെയ്യുന്നത്? ഇപ്പോ ഹോളിഡേയ്സ് ആണ്. ഒന്ന് ഫ്രീ ആവുമെങ്കിൽ കം ഡൗൺ ടു കൊച്ചിൻ. അമ്മയോട് ചോദിച്ചിട്ട് പ്ലീസ് ലെറ്റ് മീ നോ. ഞാൻ വിളിക്കാം. ശരിക്കും വീക്കാണെന്ന് തോന്നുന്നു കേട്ടിട്ട്. അങ്ങനൊരു ജഡ്ജ്മെന്റ് നടത്താൻ നീ എത്ര തവണ കേട്ടിട്ടുണ്ട് ആ ശബ്ദം?